ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. നല്ലൊരു ടിപ്സാണ് അത് കേട്ടോ. മുടി പൊഴിച്ചിലിനുള്ള മുടിയുടെ ഗ്രോത്തിന്, പിന്നെ ഈ പെട്ടെന്ന് വരുന്ന ഈ നരയൊക്കെ ഉണ്ടല്ലോ, കുട്ടി നരയൊക്കെ, ആ നരയെ തടയാൻ കഴിവുണ്ട് ഈ ഉള്ളിനീരിന്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കാണുക. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ചെയ്യുന്ന ഒരു ടിപ്സാണ് കേട്ടോ. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേയിലത്തെ നമ്മുടെ കേരള സ്റ്റോറിലൊന്ന്, മലയാളിക്കടയിലൊന്ന് കയറിയൊരു ഇത്തിരി ഷോർട്ട് കൊച്ച് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ അച്ചാറിടൽ പരിപാടി, ഇങ്ങനെ നല്ല ബിസി ഡേ ആയിരുന്നു. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇങ്ങനെ കാലൊക്കെ വേദനയായിരുന്നെന്നു. ഇപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചു പറയുക, ഞങ്ങളൊക്കെ ഒരു പ്രായക്കാരൊക്കെയാണ്. അവൾ ഗൾഫിലാണ്. വിജി, എനിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങളുണ്ട്, കൈയൊക്കെ പെരുപ്പ എന്നൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെയും വിഷമം ഞാൻ നേരം പറയുമായിരുന്നു. അയ്യോ, ഈ വിഷമം കേട്ടോണ്ടേ എൻ്റെ അസുഖങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും ഓരോ കാര്യം. നമ്മളിപ്പോൾ ഒരാളുമായിട്ട് ഒരു മനുഷ്യരെ കാണുമ്പോഴൊന്നും മനസ്സിലാവത്തില്ല. കാണുമ്പോൾ ചിരിക്കുന്ന, അവർക്കൊരു കുഴപ്പമില്ല, നല്ല വണ്ണമുണ്ട്, ആരോഗ്യം, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന. പക്ഷേ നമ്മളെപ്പോലെ പലരും പല പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ വേറെയുണ്ട്. അയ്യോ, ഞാൻ പേര് പറയാൻ ചിലപ്പോൾ അവൾക്ക് വിഷമമായോ. അവൾക്കൊരു ചാനലൊക്കെ ഉള്ളതാ. ഇതുപോലെ ഭയങ്കര പ്രയാസങ്ങളാണ്. രാത്രിയിലൊക്കെ ഉറക്കമില്ല, ശ്വാസം മുട്ടലുണ്ട്, വേദനകളുണ്ട്, അങ്ങനെ പല പല പ്രയാസമില്ല. പണ്ടുള്ളവർ ഒരളി ചെന്ന് മദ്ദളത്തോട് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തടത്തും സംസാരിക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ ഓരോരുത്തരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. എന്തോ ചെയ്യാനാ, ഞാനെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുകയാണ്. അതേ നമുക്കൊരു വഴിയേ ഉള്ളൂ. എനിക്ക് വിറ്റാമിൻ ഡി ഇത്തിരി കുറവാണ്. അത് ആഴ്ചയിൽ ഗുളിക എടുക്കുന്നത്, അത് കഴിക്കുന്നുണ്ടായിരുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ 40 വയസ്സ് മുകളിലൊക്കെ ആയവർ ഇങ്ങനെ ഓരോ പ്രയാസങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ചിന്തിക്കും, പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ അസുഖങ്ങൾ ഇങ്ങനെ വരുന്നതില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നത്തെ ഞാനൊരു കറി ഉണ്ടാക്കിയേ. സത്യം പറഞ്ഞാൽ പോളിനത് ഇഷ്ടമായില്ല. ഞാനത് അല്ലാതെ ചെയ്തായിരുന്നെങ്കിൽ അത് പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ചെയ്ത് നോക്കിയത്. അവന് ഇഷ്ടമായി. പക്ഷെ കൊച്ചവന് ഇഷ്ടമായി കേട്ടോ, അവൻ കഴിച്ചു. പക്ഷെ അത് ബാക്കി കുറേ കൂടി ഇരിപ്പുണ്ട്. ഇന്ത്യ ചോദിച്ചിട്ട് പ്രൈസിനോട് ചോദിച്ചു. പ്രൈസ് പറഞ്ഞാൽ വേണ്ട. ഞാൻ ഇന്നലെ ഇല്ല, ഈ അച്ചാറൊക്കെ പരിപാടി ആയതുകൊണ്ട് എനിക്കും അതങ്ങോട്ട് കഴിക്കണമെന്ന് തോന്നിയില്ല. അല്ലെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ഈ ചപ്പാത്തിയുടെ കൂടെ കഴിപ്പത്ര ഇതില്ല. ഞാനിപ്പം രാവിലെ എന്തോലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കുമല്ലേ, പിന്നെ ഉച്ചയ്ക്ക് ഇച്ചിരി ഒരു പിടി എന്തോലും റൈസ് കഴിക്കും. പിന്നെ രാത്രി പല പല വെറൈറ്റി കുറേ ദിവസം കൊണ്ടിങ്ങനെ നമ്മുടെ ഈ മില്ലറ്റ് കൊണ്ടുള്ളവേ അല്ലാതെ ചില ടെക്നിക്കുകൾ അങ്ങനെയുള്ളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇച്ചിരി നേരത്തെ. കാരണം ഈ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ വയറിങ്ങനെ വലിയ ഇങ്ങനെ ബ്ലോട്ടിങ് പോലൊക്കെ ആവും. അതുകൊണ്ട് സോണോഗ്രാഫിയൊക്കെ എടുത്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല, ഗ്യാസ് നിറഞ്ഞായിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ ഒന്ന് നോക്കട്ടെ. ഓക്കെ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ്, റവ ഉപ്പുമാവ്. അതിവിടെ ഇവർക്കൊന്നും അങ്ങനെ അത്ര താല്പര്യമില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പം കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് മായ ഒരു കമൻ്റ് ഇട്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ ബോംബെയിലൊക്കെ താമസിച്ചിട്ട് ചേച്ചി നാട്ടിലെ തന്നെ ഫുഡ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചേച്ചിയുടെ കുക്കിംഗ് കാണുമ്പം പലപ്പോഴും മായ അത് ഓർക്കുമെന്ന്. അപ്പം ഞാൻ അന്നേരം പറയുകയും ചെയ്തു, നമ്മൾ ശീലിച്ചത് അവരും ശീലിക്കട്ടെ. മിക്കതും നമ്മൾ കഴിക്കുന്നതൊക്കെ അവർക്കത്ര താല്പര്യമില്ല, എന്നാലും ഞാൻ നിർബന്ധിച്ചൊക്കെ ഉണ്ടാക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇവർക്ക് ഇടയ്ക്ക് ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ ഈ നാട്ടിലുണ്ടാക്കുന്ന റവയെന്ന് പറയുന്നത് ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ചേർത്തിട്ടുള്ള റവയല്ലേ, നമ്മൾ നന്നായിട്ട് റവ വറുത്തിട്ട്. പക്ഷേ ഇവർക്കിഷ്ടം
ഇത്തിരി ലൂസായിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഞാൻ അബദ്ധം വെച്ചാൽ ഞാനില്ല നമ്മൾ ചെയ്യുന്നത് പോലെ ഇച്ചിരി ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കി. പക്ഷേ കൊടുത്തുടനെ പ്രൈസിന് വേണ്ടാന്ന് പറഞ്ഞു. പ്രൈസൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അവൻ രാവിലെ ഇച്ചിരി ചൊക്കോസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ച് അവൻ്റെ വയറങ്ങ് നിറഞ്ഞു. അപ്പം മറ്റവന് കൊടുത്തനെ പറഞ്ഞ് ഇങ്ങനെയുള്ള അല്ലായിരുന്നു വേണ്ടിയത്, ഇത്തിരി ലൂസായിട്ടുള്ളതായിരുന്നു വേണ്ടിയത്. അപ്പം ഞാൻ പറയടാ, സത്യത്തിൽ ഞാനില്ല ചെയ്യുന്ന ആ ഓർമ്മയിൽ അങ്ങ് ചെയ്തു പോയ. അപ്പം അവന് ഇതുണ്ടാക്കാൻ കാര്യം ഇന്ന് പാളയംകുടം പഴം റേച്ചൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നായിരുന്നു, അത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അവന് ഞാൻ ഇത് കൊടുത്തുണ്ടെങ്കിൽ പഴം ഇന്നടാന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ് എനിക്ക് പഴം വേണ്ട, പുട്ടിൻ്റെ കൂടെ പഴം കഴിക്കത്തുള്ളെന്ന്. പോള് അവൻ എന്നിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ടാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞിവിടെ കൊച്ചെ ഇത് പുട്ട് പോലെ പഴം ഇട്ട് ഇളക്കി തിന്നാൻ നല്ല ആടാന്ന്. അപ്പം ഞാൻ ഈ റവ രാവിലെ തന്നെ നന്നായി വറുത്തു. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി നെയ്യൂടെ ഒഴിച്ചിട്ട് കടുകും ഇത്തിരി നെയ്യും കടുക് നെയ്യും എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച് ഇച്ചിരി ഉഴുന്ന് പരിപ്പ് ഇട്ട് കറിവേപ്പില ഇച്ചിരി ഇഞ്ചി സവാള ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഇപ്പോൾ 2 കപ്പ് റവ 1.5 കപ്പ് റവ എടുത്തുണ്ടേ, ഒരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ നട്ട്സോ ഇതൊന്നും റേസിൻസോ ഒന്നും ഇടുന്നത് ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എന്നോട് പലരും പറയും വിജി ഇതിൻ്റെ അകത്ത് ഇച്ചിരി നട്ട്സ് ഇതൊക്കെ ഇട്ടാൽ അത് അവർക്ക് ഇഷ്ടമല്ല. പിന്നെ നിർബന്ധിച്ച് ഞാൻ ചില സമയത്ത് ഇതൊക്കെ കപ്പലിൻ്റെ ഈ പുകക്കകത്തൊക്കെ കപ്പലിൻ്റെ ഇടുന്നതാണ്. അപ്പം ഡാഡിക്കുള്ളത് ഞാൻ കൊടുക്കട്ടെ ആദ്യം. എനിക്ക് പക്ഷേ ഉപ്പുമാവ് പുട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പലരും ചോദിക്കും ഇടിയപ്പം ഉണ്ടാക്കാറില്ലേന്ന്. അതെനിക്ക് ഇത്തിരി മടിയാണ് അതുണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ കുഞ്ഞു പഴമാണ്, അതുകൊണ്ട് ഞാനൊരു 3-4 പഴം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ഇന്ന് അച്ചാറിടണം. അതുകൊണ്ട് ഇന്നൊരു മുട്ടക്കറി ഇതാണ് ഞാൻ പറഞ്ഞത് ചെയ്തത് ഫ്ലോപ്പായിപ്പോയെന്നുള്ളത്. അപ്പം സവാള ഇത്തിരി കൂടുതൽ ഞാൻ ഉണ്ടാക്കാൻ പോയി, അത് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും സവാള ഞാൻ അരിഞ്ഞെങ്കിലും ഞാൻ ഇതിൽ നിന്ന് കുറച്ച് തോരന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടേ. ഇതെന്ന് പറയുന്നത് ഈ സവാളയ്ക്ക് 40 രൂപയേ ഉള്ളായിരുന്നു. പക്ഷേ പച്ചയെന്ന് വെച്ചാൽ പച്ച കണ്ണീന്നൂടെ വെള്ളം വരും. കണ്ണാടി വെച്ച് അരിയുമ്പോഴേ അത്രയും കണ്ണീന്ന് വെള്ളം വരത്തില്ല. ഇത് ഭയങ്കര പച്ചപ്പുള്ളി. എനിക്കങ്ങനെ സാധാരണ സവാള അരിഞ്ഞാൽ കണ്ണീന്ന് അങ്ങനെ വെള്ളം വരത്തില്ല. ഇത് പക്ഷേ കണ്ണീന്ന് വരും. അപ്പോൾ കണ്ണാടി വെക്കുമ്പോൾ അത്രയും അങ്ങോട്ട് കൂടുതലായിട്ട് വരത്തില്ല, കുറച്ച് കവർ ചെയ്തേക്കും. ഈ കണ്ണാടി ദൂർക്കാഴ്ച അടുത്ത 2 കൂടെ ഉള്ളതാണ്. പക്ഷേ ദൂർക്കാഴ്ചയ്ക്ക് എനിക്കിതൊട്ടും പറ്റുന്നില്ല. അത് ഒരു പ്രത്യേക രീതിയിൽ നോക്കിയാലേ അതിൽ കൂടെ കാണാൻ പറ്റത്തുള്ളൂ. റീഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഞാനിത് അരിയാൻ വേണ്ടി മാത്രം എടുത്ത് കണ്ണിലോട്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഈ സവാള വഴട്ടി ഒരു പരുവാവുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പോളൊക്കെ അവിടെ കിടന്ന് ഓളിക്കിടന്ന് കണ്ണ് എത്ര പ്രാവശ്യം വന്ന് കണ്ണ് കഴിയുമെന്നറിയാമോ? സഹിക്കാൻ പറ്റാത്തത്. അവിടെ കണ്ണിൽ നിന്ന് കൂടുകൂടാ വരുക. ഞാൻ പറഞ്ഞു എന്നാൽ സ്വിമ്മിംഗ് പൂളിൽ പോന്ന് കണ്ണാടി എടുത്ത് വെക്കെന്ന് പറഞ്ഞു. എന്നിട്ട് എക്സോസൊക്കെ ഇട്ട്, കാരണം അങ്ങോട്ടൊക്കെ വ്യാപരിക്കും, മുകളിലോട്ടൊക്കെ വ്യാപിക്കുമായിരുന്നു അതിൻ്റെ ആ സ്മെല്ല്. അപ്പം ഞാൻ ഇതിൽ ഇച്ചിരി കാബേജ് തോരനാണ് വെക്കുന്നത്. അപ്പോൾ കാബേജ് അരിഞ്ഞിരുന്നുണ്ടെ കൈ അതിൻ്റെ അകത്തോട്ട് പോയി നടക്കൂട്ട് ഇച്ചിരി ഒരു പിടി എടുത്ത് ഈ സവാളയ്ക്കകത്ത് ഇട്ടിട്ടൊന്ന് വഴട്ടി, എന്നിട്ട് ഇച്ചിരി 2 ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ കൂട്ടാന്ന് പറയുന്നത് എൻ്റെ ഐഡിയയിൽ ഞാൻ ചിന്തിച്ചതൊന്ന് ചെയ്തത് വേറൊന്ന്, അങ്ങനെ ഒരു ടൈപ്പിലാണ് ചെയ്തത്. അപ്പം കൂട്ടാനൊക്കെ നല്ലതായിരുന്നു. പക്ഷേ പോൾമോൻ അങ്ങനെ അത്ര അങ്ങോട്ട് താല്പര്യമായില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വഴന്നു വന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഞാൻ മുളക് പൊടി ഇച്ചിരി കാശ്മീരിയും ചേർത്തു, ഇച്ചിരി എരിവനും ചേർത്ത്. നമ്മൾ നാട്ടിലൊക്കെ ഞാനായിരുന്ന സമയത്ത് ഗരം മസാല എന്നല്ല പറയുന്നത്, ഇറച്ചിക്കൂട്ട് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കടയിലും അങ്ങാടിക്കടയിലും ചെന്ന് പറയുന്നത് ഇറച്ചിക്കൂട്ടിൻ്റെ ഓരോ ബണ്ടിലിതാണെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെ ഇപ്പോഴെന്നല്ല, ഈ യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗരം മസാലയായത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പച്ചമണമൊക്കെ പോയി ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ ഒരു പിഞ്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ തിളച്ച ഈ ഗ്രേവിക്കകത്ത് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട്
അങ്ങനെ എടുത്ത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കുന്നത് എനിക്ക് മുട്ട ബോയിൽ ചെയ്ത് കഴിക്കുന്നതിനേക്കായി അങ്ങനെ കഴിക്കുന്നതിനേക്കായി ഇങ്ങനെ പൊട്ടിച്ച് ഉണ്ടാക്കി ഇപ്പം ഇങ്ങനെ അത് കുറച്ച് നേരം കിടന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് നന്നായി വെന്ത് കിടക്കും. കുറച്ചൊക്കെ ഇച്ചിരി ഒന്ന് അങ്ങോട്ടൊക്കെ പോവും ലിക്വിഡൊക്കെ. പക്ഷേ അങ്ങനെ കഴിക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യാമെന്ന് ചിന്തിച്ച് പിന്നെ ഞാൻ എന്തോ ചെയ്തെന്നോ അതിനെ അങ്ങ് ഇളക്കാമെന്ന് വെച്ച് വേറൊരു രീതിയിലാവട്ടെന്ന് അങ്ങനെ ചെയ്തതാണ് അവൻ ഇഷ്ടപ്പെടാതായത്. അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയുണ്ടേ അവൻ എന്നെ ഇച്ചിരി ടേസ്റ്റ് കൊടുത്ത് നോക്കിയുണ്ടേ അവൻ വന്ന് നോക്കിയുണ്ടേ പറഞ്ഞു മണമെല്ലാം കറക്റ്റ് നല്ല മുട്ടക്കറിയുടെ മണമായിരുന്നു. അവൻ ചോദിച്ചു അല്ലെങ്കിൽ തന്നെ ബുർജി അത്ര താല്പര്യമല്ല. അവൻ പറഞ്ഞു ഇതെന്തോ ബുർജിയോ? ഞാൻ പറഞ്ഞ അല്ലടാ ബുർജി കറിയാ. ബുർജി കറിയോ? ഞാൻ പറഞ്ഞു നീ ഒന്ന് കഴിച്ച് നോക്ക്, നല്ലയാ, നീ കണ്ടിട്ട് വേണ്ട പറയാതെ കഴിച്ച് നോക്കിയിട്ട് വേണ്ട പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോറ് നോക്കിയുണ്ടേ ഫ്രിഡ്ജിൽ നിന്ന് ചോറ് വെച്ച് വറക്കാൻ എടുത്തുണ്ടേ നോക്കി ഉടനെ എൻ്റെ ചിന്ത ചോറൊന്ന് വൈകിട്ടത്തേക്കിനോടെ ഉണ്ടെന്നാ. ചോറ് കുറവായിരുന്നു. പിന്നെ അപ്പം ചോറ് ഉച്ചയ്ക്ക് ഒരാൾക്ക് മതിയല്ലേ, അപ്പം ഒരാൾക്കുണ്ട്. പിന്നെ വൈകിട്ടത്തേക്കിന് കുറച്ചേ ഉള്ളൂ, എല്ലാവർക്കും കൂടെ തികയത്തില്ല. അപ്പം ഞാൻ പിന്നെ അരി എളുപ്പം കഴുകി അടപ്പത്തിടാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ എൻ്റെ കാന്താരി ഞാൻ പറഞ്ഞില്ലേ അന്ന് ഹോളിൻ്റെ അവിടുത്തെ ബാൽക്കണിയിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അത് ഇലയൊക്കെ അങ്ങ് കരിഞ്ഞൊരു വല്ലാതെ വാടി മഞ്ഞ ഇതായിട്ട് തന്നെ ഞാൻ കത്രിയും കൊണ്ട് അതങ്ങ് കണ്ടിച്ചിട്ട് ഇപ്പുറത്ത് ഞങ്ങളുടെ ഈ മുറിയുടെ അവിടുത്തെ ജനലിൻ്റെ അവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഓള് പറയുകയും ചെയ്തു അത് മമ്മി ചുമ്മാ അതിനെ നശിപ്പിച്ച് അത് പന്നലായിരുന്നു. പക്ഷേ ഇപ്പം നന്നായി അത് പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവന് അത്ര താല്പര്യമാവുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അരമുറി തേങ്ങയും 2 ഏലക്കയും 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ അരച്ചതിൽ ചേർത്ത്. അപ്പം ഒരു കുറുമയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അവനെന്തോ അന്നേരം കഴിച്ചതേ ഉള്ളൂ. പിന്നെ വേണമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചില കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വേണമെന്ന് പറയും. അവൻ രണ്ടാമത് ചോദിച്ചില്ല. അന്നേരം എനിക്ക് മനസ്സിലായി അവനത് ഇഷ്ടമായില്ല എന്ന്. പക്ഷേ കൊച്ചവനത് ഇഷ്ടമായി. കൊച്ചവൻ നന്നായിട്ട് നല്ലതായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം അതേസമയം അവനോട് പറയാം എടാ ഇത് കൊള്ളത്തില്ലായിരുന്നു എന്ന് പറയുവാണെങ്കിൽ അവനും പറയും കൊള്ളത്തില്ലെന്ന് പറയും. പെട്ടെന്നെല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് അച്ചാറിടാൻ. അപ്പം ഞാൻ അച്ചാർ അന്ന് കൊണ്ടുവന്നതിൻ്റെ അന്ന് എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ച് പിറ്റേ ദിവസമാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ പിറ്റേ ദിവസം എന്ന് പറയാൻ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്നാണ് ഞാൻ ഇന്നലത്തെ മുടിയുടെ ടിപ്സ് അതും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് അതെടുത്തിട്ട് ആ വീഡിയോ ഇന്നലെ ഇട്ട്. അപ്പം ആ ദിവസം ഉള്ളതാണ് ഈ അച്ചാറിൻ്റെയൊക്കെ വീഡിയോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാബേജൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് തോരനോടെ വെച്ച്. ഇന്നിപ്പം കാബേജ് തോരൻ വെക്കാൻ നേരം ഞാൻ ഇത്തിരി ഉഴുന്നുപരിപ്പിട്ട്, എനിക്ക് ആ ഉഴുന്നുപരിപ്പിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ആ ഉഴുന്നുപരിപ്പിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണമാണ്. അതിട്ട് തോരൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർത്തിട്ട് അടുത്ത പരിപാടി നമ്മൾ ചിന്തിക്കുന്ന ഉടനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തടസ്സങ്ങൾ വരും. അന്നേരമായിരിക്കും എന്തെങ്കിലുമൊക്കെ വേറെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. ഒരു മോരുകറിയും കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട്, മോരുകറി ഉണ്ടെങ്കിൽ പിന്നെ ഫോണിൽ എന്തുകൊണ്ടേലും അവനത് വേണം. ഉച്ചക്കത്തേക്ക് എല്ലാം റെഡി, ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കിനുള്ളതെല്ലാം റെഡിയായി. പിന്നെ എനിക്കിനി എൻ്റെ അച്ചാർ പരിപാടിയിലോട്ട് കിടക്കണം. അപ്പോൾ തോരനൊക്കെ ഞാൻ പിന്നെ ഒരു പാത്രത്തിലാക്കി. ഇവിടെ പാതാമ്പറ വെച്ച് ഒന്ന് കാലിയാക്കണം. ഇത് വലിയ ചീനച്ചട്ടി ആയതുകൊണ്ട് പിന്നെ അതൊരു വേറൊരു പാത്രത്തിലാക്കി. അപ്പോൾ ഞാൻ അച്ചാറുണ്ടാക്കുന്നത് നല്ലെണ്ണയില കേട്ടോ. അപ്പം നല്ലെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് അച്ചാറുണ്ടാക്കാൻ തുടങ്ങട്ടെ. അപ്പോൾ ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ നമ്പർ ഇട്ടേക്കാമേ, വാട്സപ്പ് നമ്പർ. പിന്നെ ഇനിയിപ്പോൾ ഉടനെ പ്രോൺസ് അച്ചാർ ഇടുന്നുണ്ട്. വെള്ളനാരങ്ങ വെള്ളനാരങ്ങ ഇരിപ്പുണ്ട്. സാധാ റെഡ് നാരങ്ങയും തീർന്ന് അതൊക്കെ ഇനിയും ഇടണം. അപ്പോൾ രാത്രി എനിക്ക് ഉണ്ടാക്കുന്നത്, അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ച് ഇനിയും അത് നാളെ ആകുമ്പോഴത്തേക്കിന് സെറ്റായിട്ടിരിക്കും. നാളെയല്ല, കുറച്ചൊരു 3-4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിനത് സെറ്റായിട്ടിരിക്കും. അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഞാനന്ന് പൊടിച്ച് വെച്ചില്ലേ മില്ലറ്റ്, റാഗിയും ബാജറയും,
അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് ഉപ്പിട്ടൊന്ന് കലക്കി നമ്മുടെ ഈ ദോശ പോലെ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി തേങ്ങ ഇച്ചിരി കൂടുതലിട്ടിട്ട് കുറച്ച് ശർക്കരയും കൂടെ ഇട്ടിട്ട് മടക്കപ്പം പോലെ. ഈ പിള്ളേർക്ക് ഇങ്ങനെ ഇന്നാൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടേ ഇഷ്ടമായില്ല. പക്ഷേ ഇന്ന് ഞാനിതുണ്ടാക്കിയുണ്ടെ കണ്ടോണ്ടേ പോള് കണ്ടോണ്ടേ ഇതാ റാഗിയും ബാജരയും കൂടെ ആയതുകൊണ്ട് അങ്ങ് നമ്മൾ ഗോതമ്പപ്പം ഉണ്ടാക്കുന്നതിനേക്കായി അങ്ങ് നന്നായിട്ടങ്ങ് മൊരിഞ്ഞ് നല്ല ക്രിസ്പി പോലെ ആയായിരുന്നു. അത് അവനിഷ്ടം. പറഞ്ഞ് ഇനി ഇതുണ്ടാക്കുക, പക്ഷേ എന്നും വേണ്ട, വല്ലപ്പോഴും ഒന്ന് ഉണ്ടാക്കുന്നു. അപ്പം ഞാനൊരു ഇച്ചിരിയും ശർക്കര ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ടേ. അപ്പോൾ ഇത് മില്ലറ്റ് ആകുമ്പോൾ നമുക്ക് നല്ലതല്ലേ. ഞാനിപ്പം മില്ലറ്റ് ഇങ്ങനെ പൊടിച്ച് വെച്ചത് കൊണ്ട് മണിച്ചോളം പൊടിച്ചില്ല. അത് 3 കൂടെ വാങ്ങിച്ചത്, പക്ഷേ സമയം കിട്ടിയില്ല. ഇത് 2 പൊടിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ എന്നും ഇപ്പം ഈ ഇഡലിയും ദോശയ്ക്കൊക്കെ അരയ്ക്കുമ്പോഴേ ഒരു സ്പൂൺ ഇതുകൂടെ ചേർക്കും. അപ്പോൾ അവന്മാർക്ക് കുഴപ്പമില്ല. മറ്റേത് ഇത് പകുതിയാക്കി അത് പകുതിയായിട്ടൊക്കെ ഇത് കൂടുതലും ഇത് തന്നെ മില്ലറ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ടേ അവന്മാർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. എനിക്കിങ്ങനെ മടക്കപ്പം, ഞങ്ങൾ മടക്കപ്പം എന്നാണ് പറയുന്നത്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയും കാണിക്കുന്ന വീഡിയോ സൺഡേയിലത്തെ വീഡിയോയെ പ്രയർ കഴിഞ്ഞ് ഞങ്ങൾ കേരള സ്റ്റോറിൽ മലയാളക്കടയിലൊന്ന് നമ്മൾ കയറിയായിരുന്നു. कितना ले रहा है? 2 बस नहीं ഇത് റീചാർജ് ഇതിനേക്കായി നല്ലത് അതല്ല ആ തീകളോ മറ്റേതോ അതിൻ്റെ ചെറുതില്ലേ? ഇതെത്ര? ഇത് വേണോ? മധുരം അറിയിച്ചാ മലയാളിക്കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നേ. കണ്ട ഞാൻ ചെന്നിട്ട് സോഫ്റ്റാണ്, പക്ഷെ ഭയങ്കര ഹാർഡാണ്. ഞാനിപ്പോൾ ഡാഡിക്ക് ഞങ്ങൾ ഇടിച്ചു കൊടുത്തതാണ്. ഇത് നടാ, ഇത് നല്ലതാണ്. ഇത് ഞങ്ങളവിടുന്ന് ഞാനും പപ്പായി നോക്കിയത് തക്കത് चिक्की है और क्या? ഏത്തക്ക പഠിക്കില്ല. പിന്നെ ഇതിവിടെ ആർക്കും വേണ്ട. ആർക്കും വേണ്ട. ഇതവിടെ ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ ഒരാൾ ഓർഡർ ചെയ്തതാണ്. അപ്പം അതിൽ നിന്ന് ഒരു നമുക്ക് തന്നെ പാവയ്ക്ക ഉണങ്ങിയത്. ഉണ്ണിയപ്പം വൻപയർ 100 റേച്ച എത്രന്നാ പറഞ്ഞത്? 160. വൻപയർ 160 എന്നല്ലേ പറഞ്ഞത്? ഇത് 1/2 കിലോ 80 രൂപ. ഇത് 50 രൂപ 1/2 കിലോ. ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു സാധനം വാങ്ങിച്ചത് പിന്നെ കാണിക്കാം കേട്ടോ. ഈ 2 മാസത്തിന് മുമ്പ് 2-3 മാസത്തിന് മുമ്പിട്ട് ഏത്തയ്ക്ക 70 രൂപയുള്ളായിരുന്നു കിലോ. ഇപ്പം 100 ആയത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റേച്ചൻ കഴിഞ്ഞ ദിവസം നേരത്തെ ഇവിടെ ഇഞ്ചി ഇരിപ്പുണ്ടായിരുന്നു, വീണ്ടും ഇഞ്ചി കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഇഞ്ചി എന്ന് പറയുന്നത് നല്ല വിളഞ്ഞ ഇഞ്ചി, പൊട്ടിഞ്ചിയുമല്ല. അത് കീറുമ്പോൾ നമ്മളിങ്ങനെ മുറിക്കുന്ന ഉടനെ അതിൻ്റെ അകം നല്ല നീല കളറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തേനേക്കാൾ ഇപ്പോൾ ഇഞ്ചിക്ക് വില ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു.
അങ്ങനെയാണ്. കിലോ 70-80 ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തേത് അങ്ങ് അരച്ച് ഞാൻ ചിന്തിച്ചെന്നാൽ ഇങ്ങനെ ഐസ് ട്രേയിൽ ഇങ്ങനെ ആക്കി ഐസ് ക്യൂബ് ആക്കിയിട്ട് ഒന്നി ഇങ്ങനെ തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ വീണ്ടും ഉണ്ടെങ്കിൽ നമുക്കത് സിപ്ലോ കവറിലെങ്ങാനും ഇട്ട് വെക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ വില കൂടുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് അരയ്ക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്. ഒന്നീ വിനാഗിരി ഉപ്പ്. ഞാൻ ഇപ്പോൾ ഇതിൽ ഇതൊന്ന് അരയാൻ വേണ്ടി ഇച്ചിരി ഉപ്പും ചേർത്തു. നമ്മൾ വെച്ചേക്കാനായതുകൊണ്ട് ഉപ്പും വിനാഗിരിയും ഒഴിച്ച്, അല്ലെങ്കിൽ പിന്നെ ഓയിലൊഴിക്കാം. ഇത്രയും 3 സാധനത്തിൽ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് വേണമെങ്കിൽ നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് അരച്ചെടുത്തിട്ട് ഇങ്ങനെ ഐസ് ട്രേയിലാക്കി വെക്കാമെന്ന് വെച്ച്. കാരണം നേരത്തെ 1 കിലോ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇന്നലെ ഞാൻ പറഞ്ഞ കുറച്ച് ഓഫീസിലും കൊണ്ടുപോയാൽ, കുറച്ചല്ല ഒരു 1/4 കിലോ ഓഫീസിൽ കൊണ്ടുപോയി ബാക്കി വിട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന എത്ര ഫ്രിഡ്ജിൽ ഇരുന്നാൽ ചിലപ്പം കുറച്ചാകുമ്പോഴത്തേക്കിന് ഒരു വെള്ളം മയം പോലെ ആയാൽ പിന്നെ അത് നല്ലതല്ല. അതുകൊണ്ട് ഞാനങ്ങ് ചിരണ്ടി അങ്ങ് അരച്ച് വെച്ച്. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഒരു 3-4-5 മണിക്കൂറായി. ഞാനതൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി വെക്കട്ടെ. എന്നിട്ട് നാളെ രാവിലെ ഞാനത് ബോട്ടിലാക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.